പാലക്കാട് പറളിയിൽ നിന്നുള്ള കാഴ്ചയാണ്. അവിടെ ഫ്ലെക്സ് ബോർഡ് യുദ്ധം തന്നെയാണ്. പഴയ പോസ്റ്റിന് സമീപം പോർച്ചുഗൽ ആരാധകർ 200 അടി നീളത്തിൽ ഒരു ഫ്ലെക്സ് വെച്ചു. അതിന് മറുപടിയായി കടവത്ത് 230 അടിയുള്ള ഫ്ലെക്സ് ആണ് അർജന്റീന ആരാധകർ സ്ഥാപിച്ചത്. ബ്രസീലിന്റെ ഫ്ലെക്സ് ഉടൻ വരുന്നുണ്ട് എന്നാണ് അവരുടെ അവകാശവാദം. എന്നാലും ഈ രണ്ട് എതിരാളികളെയും തൂക്കുമെന്നാണ് ബ്രസീൽ ആരാധകർ പറയുന്നത്. കാത്തിരിക്കാം. ആ ഫ്ലെക്സിനായി കാഴ്ചയോടുകൂടി തുടങ്ങുകയാണ് ഫുട്ബോളം. 28 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ലോകകപ്പിനെത്തിയ സ്കോട്ട്ലൻഡിന് 28-ാം മിനിറ്റിലെ ഗോളിൽ മിന്നും ജയം. ഹെയ്ത്തിയാണ് ഏകപക്ഷീയമായ ഒരു ഗോളിന് അവർ പരാജയപ്പെടുത്തിയത്. ജോൺ മഗ്ഗിനാണ് ഗോൾ സ്കോറർ. വിങ്ങർ ബെൻ ഗാനൻ നൽകിയ ക്രോസ് ചേ ആദംസ് പോസ്റ്റിലേക്ക് പായിച്ചുവെങ്കിലും ആ ഗോൾ കീപ്പർ തടഞ്ഞു. അപ്പോൾ റീബൗണ്ടായി എത്തിയ പന്താണ് ജോൺ മഗ്ഗിൻ വലയിലേക്ക് നിക്ഷേപിച്ചത്. 1998 ശേഷം ആദ്യമായിട്ടാണ് ലോകകപ്പിന് സ്കോട്ട്ലൻഡ് എത്തിയത്. തുടക്കത്തിൽ തന്നെ ഒരു ആക്രമണം അഴിച്ചുവിട്ടു. ആദ്യ പ്രതിരോധത്തിന് ശേഷം മത്സരത്തിലേക്ക് തിരിച്ചു വന്നു ഹെയ്ത്തി. കൗണ്ടർ അറ്റാക്കുകളിലൂടെ സ്കോട്ടിഷ് പ്രതിരോധത്തെ പരീക്ഷിച്ചു നോക്കിയെങ്കിലും പക്ഷേ ഹെയ്ത്തിക്ക് ഗോൾ നേടാൻ കഴിഞ്ഞില്ല. 52 വർഷം കഴിഞ്ഞാണ് ഹെയ്ത്തി ലോകകപ്പ് കളിച്ചത്. ജയത്തോടെ ബ്രസീൽ ഉൾപ്പെട്ട ഗ്രൂപ്പ് സിയിൽ 3 പോയിന്റുമായി സ്കോട്ട്ലൻഡ് 1-ാം സ്ഥാനത്താണ്. ഇനി ബ്രസീലിന്റെ തുടക്കം അത് മോശമായിരുന്നു. നിറം മങ്ങിപ്പോയി ബ്രസീലിന്റെ തുടക്കം. ഗ്രൂപ്പ് സിയിലെ ആ ഗ്ലാമർ പോരാട്ടത്തിൽ മൊറോക്കോയാണ് ബ്രസീലിനെ 1-1 സമനിലയിൽ തളച്ചത്. 21-ാമത്തെ മിനിറ്റിൽ ബ്രസീലിനെ ഞെട്ടിച്ചാണ് ഇസ്മായിൽ സായിബരിയിലൂടെ മൊറോക്കോ ലീഡ് നേടിയത്. 32-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ സമനില ഗോൾ നേടി. ആദ്യ പകുതിയിൽ ബ്രസീലിനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു മൊറോക്കോ. 12 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ 6 ഗോൾ നീക്കങ്ങൾ നടത്തി മൊറോക്കോ. 15 മിനിറ്റുകൾക്ക് ശേഷം 73% പന്തടക്കവും അത് മൊറോക്കോയ്ക്കായിരുന്നു. വിനീഷ്യസ് ജൂനിയറുടെ ഒരു വ്യക്തിഗത മികവിലായിരുന്നു ആ സമനില ഗോൾ. ഗോളോടെ മൊറോക്കോയ്ക്കെതിരെ ആത്മവിശ്വാസം വീണ്ടെടുത്തു ബ്രസീൽ. കളിയിലേക്ക് ശക്തമായി തിരിച്ചു വന്നു. രണ്ടാം പകുതിയിൽ തുടക്കം മുതൽ ബ്രസീൽ ആക്രമിച്ചു, ലീഡിനായി പരിശ്രമിച്ചു. 67-ാം മിനിറ്റിൽ റഫീഞ്ഞയ്ക്ക് നല്ലൊരു അവസരം കിട്ടി, പക്ഷേ ലക്ഷ്യത്തിലേക്ക് എത്താനായില്ല. ഒടുവിൽ പോയിന്റ് പങ്കുവെച്ചു. 1-1 സമനിലയിൽ മത്സരം അവസാനിച്ചു. ഈ ആദ്യ മത്സരത്തിലെ ടീമിന്റെ പ്രകടനത്തിൽ നിരാശരാണ് ബ്രസീൽ ആരാധകർ. വ്യക്തിഗത മികവല്ല, ടീം ഗെയിമാണ് ബ്രസീൽ കാഴ്ചവെക്കേണ്ടത് എന്ന് ഒരേ സ്വരത്തിൽ പറയുകയാണ് ബ്രസീലിയൻ ഫാൻസ്. അതേസമയം കരുത്തരായ ബ്രസീലിനെ പിടിച്ചുകെട്ടിയ മൊറോക്കോയ്ക്ക് അഭിനന്ദന പ്രവാഹമാണ്. മഞ്ഞയും പച്ചയും നിറത്തിൽ ആർത്തു വിളിച്ച് കാത്തുനിന്ന ആരാധകരുടെ മുഖഭാവം പെട്ടെന്നാണ് മാറിമറിഞ്ഞത്. ആവേശം നിരാശയിലേക്ക് വഴിമാറിയ 90 മിനിറ്റുകൾ. ജയമുറപ്പിച്ചിരുന്ന ബ്രസീലിയൻ ആരാധകർക്ക് താങ്ങാനാകാത്ത സമനില കുരുക്ക്. ഫാൻ പാർക്കുകളിൽ തടിച്ചോടിയ ആരാധകർ ആർത്തുല്ലസിച്ചത് 32-ാം മിനിറ്റിലാണ്. വിനീഷ്യസിന്റെ മിടുക്കിൽ ഓരോ മുന്നേറ്റങ്ങൾ ബ്രസീൽ നടത്തുമ്പോഴും അത് പരാജയപ്പെടുമ്പോഴും അവരുടെ മുഖങ്ങളിൽ അത് പ്രകടമായി. ടീമിന്റെ പ്രകടനത്തിൽ വലിയ മാറ്റങ്ങൾ ആവശ്യമാണെന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത്. ടീം ഒരുമിച്ച് കളിക്കുന്നില്ലെന്നും വ്യക്തിഗതമായ കളിയാണ് കാഴ്ചവെക്കുന്നതെന്നും ആരാധകർ. പാസുകൾ കൃത്യമായി നൽകുന്നതിലും ടീം പരാജയപ്പെട്ടു. നെയ്മർ കളിക്കാനില്ലാത്തതിന്റെ സങ്കടം പങ്കുവെച്ചു ചിലർ. അതേസമയം വിലപ്പെട്ട പോയിന്റ് നേടിയതിന്റെ സംതൃപ്തിയിലാണ് മൊറോക്കോ ആരാധകർ. മികച്ച തയ്യാറെടുപ്പ് നടത്തിയെന്ന് വ്യക്തമായെന്നാണ് ആരാധകർ പറയുന്നത്. നോക്കൌട്ട് ഘട്ടത്തിലേക്ക് ഈ ടീം യോഗ്യത നേടുമെന്നും അവർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. വിജയത്തിനൊപ്പമുള്ള സമനില ആഘോഷിക്കുകയാണ് മൊറോക്കോക്കാർ. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് 18.
ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് ബി മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിനെതിരെ അവസാന നിമിഷം സമനില പിടിച്ചു ഖത്തർ. ലവേ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇഞ്ചുറി ടൈമിന്റെ 4-ാം മിനിറ്റിൽ ബോലം ഖൗക്കി നടത്തിയ ശ്രമത്തിലൂടെ ലഭിച്ച ഓൺ ഗോളാണ് ഖത്തറിനെ രക്ഷിച്ചത്. മത്സരത്തിന്റെ ഭൂരിഭാഗവും സ്വിറ്റ്സർലൻഡിന്റെ നിയന്ത്രണത്തിലായിരുന്നു. 17-ാം മിനിറ്റിൽ സ്വിസ് ടീം ലീഡ് നേടി. റിമോ ഫ്രോയിലറിനെ ഖത്തർ ഗോൾ കീപ്പർ ഫൗൾ ചെയ്തപ്പോൾ ലഭിച്ച പെനാൽറ്റി ബ്രെയിൽ എംബോളോ ഗോളാക്കി മാറ്റി. ഇനി ഇന്നത്തെ മത്സരങ്ങളിലേക്ക് പോയാൽ ഇന്ന് ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ജർമ്മനിയുടെ പോരാട്ടമാണ്. രാത്രി 10:30 ജർമ്മനി കുറാസാവ് മത്സരം. ആദ്യമായി ലോകകപ്പിനെത്തുന്ന കുറാസാവ് വളരെ ചെറിയ ഒരു കരീബിയൻ രാഷ്ട്രം, 1.5 ലക്ഷം പേർ മാത്രമുള്ള ഒരു രാജ്യമാണ് എന്ന് ഓർക്കണം. അവരാണ് ലോകകപ്പിൽ ഇന്ന് ജർമ്മനിക്കെതിരെ മത്സരിക്കുന്നത് ഹൂസ്റ്റണിൽ. ഇനി നെതർലൻഡ്സും ജപ്പാനും ഏറ്റുമുട്ടും 1:30 നടക്കുന്ന മത്സരത്തിൽ. പുലർച്ചെ 1:30 നെതർലൻഡ്സും ജപ്പാനും ഏറ്റുമുട്ടുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ ഫുട്ബോൾ ആരാധകർ നോക്കി നിൽക്കുന്ന ഒരു പോരാട്ടം, അത് ഐവറി കോസ്റ്റും ഇക്വഡോറും തമ്മിലാണ്. അത് പുലർച്ചെ 4:30 ഇക്വഡോർ ഐവറി കോസ്റ്റ് മത്സരം. ഒരു മത്സരം കൂടിയുണ്ട് ഈ പുലർച്ചയിൽ, അതായത് രാവിലെ 7:30 അത് സ്വീഡനും ട്യൂണീഷ്യയും തമ്മിൽ ഏറ്റുമുട്ടും രാവിലെ 7:30. ഈ ലോകകപ്പ് തുടങ്ങിയത് മുതൽ നാടെങ്ങും ഫുട്ബോൾ ലഹരിയാണല്ലോ. പാലക്കാട് മണ്ണാർക്കാടുള്ള മൈ കേക്ക്സ് എന്നൊരു സ്ഥാപനം, അവർ കേക്ക് നിർമ്മിക്കുന്നവരാണ്. ലോകകപ്പിന്റെ രൂപത്തിലും പ്രധാന ടീമുകളുടെ ചിത്രമൊക്കെ ആലേഖനം ചെയ്തുള്ള കേക്കാണ് കച്ചവടം ഉഷാറാക്കുന്നത്. ഫുട്ബോൾ പ്രേമികൾ ലോകകപ്പ് കേക്ക് അന്വേഷിച്ചെത്തുന്നുണ്ടെന്ന് കടയിലുള്ളവർ പറയുന്നു. പല സ്ഥലത്തും ഫ്ലക്സുകളായിട്ട് അതത് ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആരാധകർ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ മൈ കേക്കിൻ്റെ ഷോപ്പായതുകൊണ്ടാണ് നമ്മൾ പല ടീമിൻ്റെയും പലതരത്തിലുള്ള കേക്ക് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതോടൊപ്പം വേൾഡ് കപ്പിൻ്റെ മാതൃകയിലുള്ള ഒരു കേക്കും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഏത് ഫാൻസാണോ വരുന്നത് അവർക്ക് അവരുടെ ഫാൻസിൻ്റെ ടീമിൻ്റെ നിറത്തിനും ടീമിൻ്റെ ഇതിനനുസരിച്ചിട്ടുള്ള കേക്കുകൾ നമ്മളിവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി കാനഡയിലെ ടൊറന്റോയിൽ ലോകകപ്പിന്റെ വിസിൽ മുഴങ്ങി. പക്ഷെ സ്റ്റേഡിയത്തിന് പുറത്ത് ഫിഫയ്ക്കെതിരെയുള്ള പ്രതിഷേധ ബാനറുകൾ ഉയർന്നു കണ്ടു. കിക്ക് ഇസ്രായേൽ ഔട്ട് ഓഫ് ഫിഫ എന്നെഴുതിയ ബാനറുകൾ ഉയർത്തിയാണ് ഈ പലസ്തീൻ അനുകൂലികൾ അവിടെ പ്രതിഷേധത്തിന് തിരികൊളുത്തിയത്. വിവാദങ്ങളും വിമർശനങ്ങളും നിറഞ്ഞ ആദ്യ പകുതിക്കാണ് കാനഡയിലെ ടൊറാന്റോയിൽ ലോകകപ്പ് വിസിൽ മുഴങ്ങിയത്. സ്റ്റേഡിയത്തിലെ ഉയർന്ന ടിക്കറ്റ് നിരക്ക് മുതൽ ഫാൻ പാർക്കുകളിലെ വിലക്കുകൾ വരെ ഇതിൽപ്പെടുന്നു. ആഘോഷങ്ങളുടെ മേളയായ ലോകകപ്പിൽ പ്രതിഷേധങ്ങൾ സാധാരണമാണ്. എന്നാൽ ചട്ടങ്ങളെല്ലാം ഫിഫ പൂർണ്ണമായും ലംഘിച്ചു എന്നതാണ് പ്രതിഷേധക്കാരുടെ വാദം. യുദ്ധക്കുറ്റങ്ങളിൽ ആരോപണ വിധേയരായ ഇസ്രയേലുമായി സഹകരിക്കുന്നതിലാണ് വിമർശനം. ഇസ്രയേലുമായുള്ള സഹകരണം അവസാനിപ്പിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ഫിഫ പുലർത്തുന്ന ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ് ഈ സഹകരണമെന്ന് പ്രതിഷേധക്കാർ. 21-കാരിയായ പലസ്തീനിയൻ താരം നതാലി അബൂദയ്യെ ഇസ്രയേൽ സൈന്യം 500 ദിവസത്തോളം തടവിലാക്കിയപ്പോഴും ഫിഫയ്ക്ക് പ്രതികരണമില്ലായിരുന്നുവെന്നാണ് ആക്ഷേപം. The banner said kick Israel out of FIFA, and you also saw two banners that were dropped, one of which was of 21-year-old Palestinian soccer player Natalie Aboudaye, and the second was of Dr. Hussam Abu Safiya, who has been under Israeli detention for over 500 days. He's a Palestinian pediatrician who was kidnapped by Israeli tanks outside of a hospital in northern Gaza. ഫിഫയുടെ ഭരണഘടനാ പ്രകാരം ഫുട്ബോൾ ലീഗുകൾ ആ രാജ്യത്തിന്റെ അധീനതയിലല്ലാത്ത പ്രദേശങ്ങളിലും പിടിച്ചടക്കപ്പെട്ട സ്ഥലങ്ങളിലും നടത്താൻ കഴിയില്ല. അഥവാ നടത്തണമെങ്കിൽ അതിന് മുൻകൂറായി അനുവാദം വാങ്ങണം. എന്നാൽ വെസ്റ്റ് ബാങ്കിന്റെയും സിറിയയുടെയും കാര്യത്തിൽ ഇസ്രയേൽ ഇപ്പോൾ ചെയ്യുന്നത് ഇതാണ്. ഫിഫ ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്നുവെന്ന് മാത്രമല്ല, അനധികൃത ലീഗുകൾ സംപ്രേഷണം ചെയ്യാൻ മൗനസമ്മതം നൽകുന്നുവെന്നും വിമർശനമുണ്ട്. ഇതിലൂടെ അധിനിവേശങ്ങളെ ഫിഫ സാധൂകരിക്കുന്നുവെന്നാണ് വിമർശനം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഈ ലോക ഫുട്ബോളിന്റെ ആവേശം ഈ കൊടുമുടിയിൽ എത്തുമ്പോൾ കൊല്ലം കുണ്ടറയിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. അവിടെ ശ്രദ്ധ നേടുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആരാധക പ്രകടനമാണ്. ഇഷ്ട ടീമിനോടുള്ള സ്നേഹം അത് താടിയിൽ തന്നെ വരച്ചു കാട്ടുകയാണ് രണ്ട് ഫുട്ബോൾ പ്രേമികൾ. അർജന്റീനയുടെയും പോർച്ചുഗലിൻ്റെയും
പതാക, അതിൻ്റെ നിറങ്ങൾ താടിയിൽ പൂശി ഇവരിപ്പോൾ നാട്ടിലെ താരങ്ങളായി വിലസുകയാണ്. കുണ്ടറ പേരയം സ്വദേശിയായ സണ്ണിയാണ് ആദ്യം ഈ വേറിട്ട ആശയവുമായി എത്തിയത്. കഴിഞ്ഞ ലോകകപ്പ് സമയത്ത് അർജന്റീനയുടെ പതാക നിറങ്ങൾ താടിയിൽ പൂശിയ സണ്ണി നാട്ടുകാരുടെ ശ്രദ്ധ നേടിയിരുന്നു. അർജന്റീന കിരീടം നേടിയതോടെ സണ്ണിയുടെ താടിയെ പലരും ടീമിന്റെ ഭാഗ്യചിഹ്നമായും വിശേഷിപ്പിച്ചു. ഇത്തവണയും അർജന്റീനയ്ക്കുള്ള പിന്തുണ അറിയിക്കാൻ അതേ നിറക്കൂട്ടുകൾ താടിയിൽ പകർത്തിയിരിക്കുകയാണ് സണ്ണി. കടുത്ത അർജന്റീന ആരാധകനാണ്. അപ്പോൾ എല്ലാവരും ഫ്ലെക്സ് അടിക്കുകയും ബോർഡ് വയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നി ഒരു വെറൈറ്റിയായിട്ടൊരു മോഡൽ ചെയ്യണം. അങ്ങനെ ഫിദൂസിൽ വന്ന് അർജന്റീനയുടെ കളർ അടിച്ചു. അപ്പോൾ ഇപ്രാവശ്യവും ഇന്നും ഞാൻ കളർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ തന്നെ അർജന്റീനയെ കപ്പെടുത്തിരിക്കും. സണ്ണിയുടെ ഫുട്ബോൾ ആവേശത്തിന് മറുപടിയുമായി രംഗത്തെത്തിയത് സുഹൃത്തും പോർച്ചുഗൽ ആരാധകനുമായ ലിജോയാണ്. പോർച്ചുഗൽ പതാകയുടെ ചുവപ്പും പച്ചയും നിറങ്ങൾ താടിയിലടിഞ്ഞ ലിജോ ഇത്തവണ കിരീടം പോർച്ചുഗലിലേക്കാണ് പോകുന്നതെന്ന ആത്മവിശ്വാസത്തിലാണ്. സണ്ണി ചേട്ടൻ എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ്. അടുത്ത ഒരു അർജന്റീന ഫാനും ആയതുകൊണ്ടും വർഷങ്ങളോളം എനിക്ക് അറിയാവുന്നതുകൊണ്ട് കൂടി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. നമുക്ക് ഞാൻ CR7 പോർച്ചുഗലിൻ്റെ നല്ലൊരു കടുത്ത ആരാധകനായതുകൊണ്ട് കൂടി ഞങ്ങൾ രണ്ടും ഇവിടെ വന്ന് അവരവരായിട്ടുള്ള ഫ്ലാഗുകൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടിച്ചു. യൂറോ കപ്പ് ഞങ്ങൾ എടുത്തു, ലോകകപ്പ് ഞങ്ങൾ എടുത്തിരിക്കും. കുണ്ടറ മുക്കടയിലെ ഫിദൂസ് ഫാമിലി സലൂണാണ് ഇരുവരുടെയും താടികൾക്ക് ഈ വ്യത്യസ്ത രൂപം നൽകിയത്. ലോകകപ്പ് ചർച്ചകൾക്കും ടീമുകളെ ചൊല്ലിയുള്ള സൗഹൃദ മത്സരങ്ങൾക്കുമിടയിൽ കളർഫുൾ താടികളിലൂടെ കുണ്ടറയിലെ ഫുട്ബോൾ ജ്വരം കൂടുതൽ നിറം പിടിക്കുകയാണ്. ന്യൂസ് 18 കൊല്ലം. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാഴ്ചകളുമായി ഫുട്ബോളും വീണ്ടും എത്തും. രാത്രി 8 മണിക്ക് കാണാം. നമസ്കാരം.